മഹാനായ ഷെയ്ഖുൽ ജാമിയ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് അനുസ്മരണങ്ങളിൽ മുഴുവനും കണ്ണ് നിറഞ്ഞുപോയി. പ്രഭാഷകന്മാരിൽ മുഴുവനും വാക്കുകൾ അവസാനിച്ചുപോയി. എല്ലാവർക്കും പറയാനുള്ളത് അവിടുത്തെ വിനയമാണ്, അവിടുത്തെ ഭവ്യതയാണ്, അവിടുത്തെ സ്നേഹമാണ്, അവിടുത്തെ ചേർത്ത് പിടിക്കലാണ്, അവിടുത്തെ നടത്തവും പെരുമാറ്റവും സ്വഭാവവും അവിടുത്തെ പ്രാർത്ഥനയും അവിടുത്തെ നേതൃത്വവുമാണ് എല്ലാവർക്കും പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുമായി ബന്ധപ്പെട്ടാൽ ഏവർക്കും തോന്നിപ്പോകും എൻ്റെ ഷെയ്ഖുനയാണ്, എപ്പോഴും എന്നെക്കുറിച്ച് ഓർക്കുന്ന മഹാനാണ്, എൻ്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരണം, ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം. ഉസ്താദിനെ കാണാൻ ഇടക്കിടക്ക് കൊതി വരുന്ന ആളുകൾ ഏത് സമയത്തും ഉസ്താദിൻ്റെ മുമ്പിൽ പോയാൽ പഴയകാല സംഭവങ്ങളും ജാമ്യയിൽ പഠിച്ച കഥകളും അങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മളെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് പിരിയുന്നതാണ് എല്ലാവർക്കും ഓർത്തെടുക്കാനുള്ളത്. ആ മഹാന്റെ ജീവിതം നമുക്കൊക്കെ മാതൃകയാണ്. സ്വന്തം മഹല്ലിൽ 17-ാം വയസ്സിൽ മിമ്പറിൽ കയറിയിട്ട് ഖുതുബ നിർവഹിക്കുന്നു. 20-ാം വയസ്സിൽ ആ മഹല്ലിന്റെ ഖാളി പദവി മഹാനായ ഉസ്താദിലേക്ക് വരുന്നു. നാട്ടിലത്തെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മഹാനായ ഉസ്താദിന്റെ മുമ്പിൽ സ്വന്തം നാട്ടുകാർ ഇറക്കി വെക്കുമ്പോൾ ആ തലയിൽ പിടിച്ച് കൂട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് തേടുന്ന ആ ഒരു സംഭവം നമ്മുടെ മുമ്പിലൊക്കെയുണ്ട്. ആ നടത്തം എത്ര ഭവ്യത, ആ ചിരി എത്ര സുന്ദരം, ആ മുഖം എത്ര ഈമാൻ, ആ വേഷവിധാനം, പ്രഗത്ഭരായ ആലിമീങ്ങളുടെ ശിക്ഷണവും തർബീയത്തും അവരുമായുള്ള ജീവിതവുമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വ്യാഴാഴ്ച ദിവസം സമയം 2 മണി, മഹാനായ ഉസ്താദിന്റെ മുഖത്ത് ഒരു സന്തോഷം വരുന്നു. ആ മുഖം പഴയതുപോലെ രോഗത്തിൻ്റെ ആ ഒരു പ്രയാസം മാറി നല്ലൊരു വെളിച്ചം വരുന്നു. ഖാദിമായ ഉസ്മാൻ ഫൈസി, മകനായ അബൂബക്കർ ഫൈസി ചാരത്തുണ്ട്. അവർ ചോദിക്കുന്നു, ഉസ്താദേ, നിങ്ങളെ രോഗം മാറിയതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഉസ്താദ് പറഞ്ഞു, കുറച്ച് വെള്ളം വേണം. മഹാനായ ഷെയ്ഖുന ഉസ്താദിന് തൻ്റെ ഖാദിമായ പൊന്നുപോലെ ഉസ്താദിനെ ചേർത്ത് പിടിച്ച ഉസ്മാൻ ഫൈസി വെള്ളം കൊടുക്കുകയാണ്. ഉസ്താദ് ആ വെള്ളം കുടിക്കുന്നു. ഒരു പഴം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആ പഴവും ഉസ്താദിന് കൊടുക്കുകയാണ്. അതും ഉസ്താദ് കഴിച്ചു. എന്നിട്ട് ഉസ്താദ് കൈകളും കാലുകളൊക്കെ ശരിയാക്കിയിട്ട് പറഞ്ഞു, ഈ വസ്ത്രങ്ങൾ മുഴുവനും അഴിക്കണം, എനിക്കൊരു പുതിയ വസ്ത്രം ധരിപ്പിക്കണം. അവർ രണ്ടുപേരും ചേർന്ന് മഹാനായ ഷെയ്ഖുന ഉസ്താദിനെ അവർ വസ്ത്രങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുകയാണ്. ഉസ്താദ് രണ്ടാളുടെയും മുഖത്തേക്ക് നോക്കി. ഉസ്മാൻ ഫൈസിക്ക് മനസ്സിലായി, ഇത് ഉസ്താദിന്റെ അവസാനത്തെ യാത്രയാണ്. ഉസ്താദ് പോവുകയാണ്. ഉസ്താദ് ലോകത്തോട് ഇവിടെ പറയുകയാണ്. മഹാനായ ഉസ്താദിനെ ചൊല്ലിക്കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉസ്താദ് ചൊല്ലുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മഹാനായ ഉസ്താദ് കണ്ണടക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി 10 വർഷം, പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ പ്രിൻസിപ്പൽ, ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ. മഹാനായ ഉസ്താദ് ഒരു പരിപാടിയിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും കൈകൊടുത്ത്, എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാവരോട് സമ്മതം പറഞ്ഞ്, ഒരു മുതഅല്ലിമിന് പോലും ഉസ്താദ് ഇങ്ങനെ ചേർത്ത് കൈപിടിച്ചു കൊണ്ടുപോയ രംഗം. ആ വലിയ മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞു പോയി. അവരുടെ മുഖം കാണാൻ എത്ര സൗന്ദര്യം! ആ പുഞ്ചിരിച്ചു കിടക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസാനത്തെ വാക്കായാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടന്നു എന്നാണ്. അല്ലാഹുവേ, ആ മഹാനായ ഉസ്താദിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ അവിടുത്തെ ശിഷ്യന്മാർ, അവിടുത്തെ ഖാദിമീങ്ങൾ, അവിടുത്തെ പ്രവർത്തകർ എല്ലാവർക്കും നീ തൗഫീഖ് തന്നനുഗ്രഹിക്കണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.